നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂത്തേടത്ത് കാട്ടാനാക്രമണം, ഒരു സ്ത്രീ മരിച്ചു. ഉച്ചക്കുളം ഊരിലെ കരിയന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. പോത്തിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉച്ചക്കുളം നഗർ നിവാസികൾ സമ്മതിച്ചത് സബ് കളക്ടർ സ്ഥലത്ത് എത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം. നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലും LDF ജയിക്കില്ലെന്ന് മുൻ MLA PV അൻവർ. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ 2 സീറ്റിലധികം LDFന് ലഭിക്കില്ലെന്നും PV അൻവറിന്റെ വെല്ലുവിളി. ഉദ്യോഗസ്ഥ തലത്തിൽ തീർപ്പാകാതെ കിടന്നിരുന്ന പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രത്യേകം യജ്ഞമായി നടത്തിയ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകളുടെ 2ാം ഘട്ടം മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാളെ SDPI നിലമ്പൂർ നിയോജക മണ്ഡലം ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വാർത്തകൾ വിശദമായി. മൂത്തേടത്ത് കാട്ടാനാക്രമണം, ഒരു സ്ത്രീ മരിച്ചു. ഉച്ചക്കുളം ഊരിലെ കരിയന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. പോത്തിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. മൂത്തേടത്ത് കാട്ടാന ആക്രമണം, ഒരു സ്ത്രീ മരിച്ചു. ഉച്ചക്കുളം ഊരിലെ കരിയന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. പോത്തിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന 4 പേർ ഓടി രക്ഷപ്പെട്ടു. സരോജിനിക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. രാവിലെ 11 മണിയോടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. സരോജിനിയെ നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടത്. വനമേഖലയിൽ വെച്ചാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. സരോജിനിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മൂത്തേടം വനമേഖലയാണ്. നിരവധി ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലവുമാണ്. ഏറെ നേരത്തിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉച്ചക്കുളം നഗർ നിവാസികൾ സമ്മതിച്ചത് സബ് കളക്ടർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം. രാവിലെ 11:30 മുതൽ നടത്തിയ ചർച്ച ഫലം കണ്ടത് വൈകുന്നേരം 3 മണിയോടെ. ആദിവാസികളുടെ പ്രതിഷേധ ചൂടറിഞ്ഞ് വനപാലകരും പോലീസും ജനപ്രതിനിധികളും. മൂത്തേടം ഉച്ചക്കുളം നഗറിലെ കരിയന്റെ ഭാര്യ സരോജിനിയാണ് ഇന്ന് രാവിലെ 11:15 കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടിൽ പോത്തിനെയും ആടുകളെയും മേയ്ക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ഉച്ചക്കുളം ഭാഗത്ത് വെച്ചാണ് സരോജിനിയെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും വീണ സരോജിനിയുടെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തത്. ഇതോടെ ഒപ്പമുള്ളവർ ഓടി രക്ഷപ്പെട്ടു. 10 മിനിറ്റിനുള്ളിൽ സരോജിനി മരണപ്പെട്ടു. ഇതോടെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഉച്ചക്കുളം നഗർ വിശ്വാസികൾ തടഞ്ഞു. നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ, നിലമ്പൂർ DYSP ബാലചന്ദ്രൻ, പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ G അജിത് എന്നിവർ സംസാരിച്ചുവെങ്കിലും വീട്ടുകാരും നഗറിലെ കുടുംബങ്ങളും അനുവദിച്ചില്ല. ഒടുവിൽ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് വൈകുന്നേരത്തോടെ കൊണ്ടുപോകുവാൻ അനുവദിച്ചത്. DYSP സാജു K എബ്രഹാം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കാളികളായി. ഉച്ചക്കുളം നഗറിന് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കാമെന്ന് പ്രതിഷേധം. മുൻ MLA PV അൻവർ, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പാലോളി മെഹബൂബ്, തോപ്പിൽ ബാബു, CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, മൂത്തേടം ലോക്കൽ സെക്രട്ടറി AP അനിൽ, ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ VK ഷാനവാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു.
ഒരു മാസത്തിനുള്ളിൽ 10 പേരുടെ ജീവനാണ് കാട്ടാന എടുത്തതെന്ന് PV അൻവർ പറഞ്ഞു. വനവാസികൾക്ക് കാട്ടിനുള്ളിലും ജനങ്ങൾക്ക് നാട്ടിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതികളുടെ ഇരകളാണ് മരണപ്പെട്ടവർ. കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്നവർക്ക് നഷ്ടപരിഹാര തുകയ്ക്കുള്ള ചെക്ക് മുൻകൂട്ടി വനമന്ത്രിയും സർക്കാരും തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്തും സർക്കാർ നിലപാടിനെ വിമർശിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലും LDF ജയിക്കില്ലെന്ന് മുൻ MLA PV അൻവർ. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ 2 സീറ്റിലധികം LDFന് ലഭിക്കില്ലെന്നും PV അൻവറിന്റെ വെല്ലുവിളി. ആശുപത്രിയും ബൈപ്പാസും പരിപൂർണമായിട്ടും ഇവിടുത്തെ ജില്ലാ CPM നേതൃത്വത്തിന്റെ എന്തിനാണ് അങ്ങനെ ഒരു വാശി പിടിച്ചതെന്ന് എനിക്കറിയില്ല. അത് ഇവിടുത്തെ സഖാക്കളാണ് അന്വേഷിക്കേണ്ടത്. ഇവിടുത്തെ പാർട്ടിയുടെ അന്നത്തെ ഏരിയ സെക്രട്ടറി പത്മാക്ഷനും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നിരവധി തവണ ഞങ്ങള് ഈ റവന്യൂ മന്ത്രിയെയും ഈ പറയുന്ന ഫൈനാൻസ് മന്ത്രിയെയും ഈ PWD മന്ത്രിയെയും ഒക്കെ നിരന്തരം കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആ കാര്യം വിശദമായി അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിലമ്പൂർ നഗരസഭയിൽ LDF ഭരണത്തിലെത്തിയത് താൻ വോട്ട് തേടി വീട് കയറിയത് കൊണ്ടാണ്. മണ്ഡലത്തിലെ അമരമ്പലം, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ LDFന് ഭരണം ലഭിച്ചതും തന്റെ ശ്രമഫലമാണ്. 2016 നഗരസഭയിൽ 4 സീറ്റായിരുന്നു LDFനുണ്ടായിരുന്നത്. അതിൽ നിന്നും LDFനെ ഭരണത്തിലെത്തിച്ചു. കോൺഗ്രസ് 4 ചുരുങ്ങി. അടുത്ത തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നഗരസഭയിൽ 2 സീറ്റിലധികം ലഭിക്കില്ലെന്നും അൻവർ അവകാശപ്പെട്ടു. 2021 നിലമ്പൂർ മണ്ഡലത്തിൽ CPM വോട്ട് ചോർന്നു. നഗരസഭാ പരിധിയിൽ നിന്നും 2016 കിട്ടിയതിനേക്കാൾ 2021 തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കുറയുകയാണുണ്ടായത്. 8.5 വർഷം കൊണ്ട് കുറെ പദ്ധതികൾ നടപ്പാക്കാനായി. എന്നാൽ നിലമ്പൂർ ബൈപ്പാസ്, ജില്ലാ ആശുപത്രി വികസനം, മുണ്ടേരി മേപ്പാടി മലയോര പാത, നിലമ്പൂർ ഗവൺമെന്റ് കോളേജ്, KNG റോഡ് നവീകരണം തുടങ്ങിയ പ്രധാന പദ്ധതികൾ പൂർത്തീകരിക്കാനായില്ല. CPM ജില്ലാ നേതൃത്വം ഇത്തരം പദ്ധതികൾക്ക് തടസ്സം നിന്നതായും PV അൻവർ ആരോപിച്ചു. 18-20 കൊല്ലം മുമ്പ് അക്വയർ ചെയ്ത നിലമ്പൂർ ബൈപ്പാസ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ എനിക്കത് പൂർത്തീകരിച്ച് തരാൻ നിലമ്പൂരിലെ ജനതയ്ക്ക് കൊണ്ട് സാധിച്ചിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ നിലമ്പൂരിലെ എല്ലാ പത്രപ്രവർത്തകർക്കും അറിയാം, 2021 തെരഞ്ഞെടുപ്പ് CPMന്റെ ലീഡർഷിപ്പ് ഒന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരാള് വന്ന് നിലമ്പൂരിൽ പ്രവർത്തിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ല. പിണറായി വിജയൻ ഇവിടെ വന്നിട്ടില്ല. പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് കോടിയേരി വന്നിട്ടില്ല. LDFന്റെ ലീഡർഷിപ്പ് ആരും വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിന്റെ സകലമാന നേതാക്കന്മാരും UDFന്റെ മുഴുവൻ നേതാക്കന്മാരും നിലമ്പൂരിൽ വന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ DCC പ്രസിഡന്റും എതിർ സ്ഥാനാർത്ഥിയായ VV പ്രകാശിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് പ്രവർത്തിച്ച് യോഗങ്ങൾ നടത്തിയപ്പോൾ ഒരാൾ പോലും തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി കണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മളെ നിലമ്പൂർ, വയനാട്, മൈസൂർ റെയിൽവേ. ഇതൊക്കെ അറിവുള്ളതാണ്. വലിയ രീതിയിൽ ഒരു ഘട്ടത്തിൽ അത് മുന്നോട്ട് പോവുകയും സർവേകൾ നടക്കുകയും ഏറ്റവും വയബിൾ ആണെന്ന് മെട്രോ ശ്രീധരൻ അടക്കം സർട്ടിഫൈ ചെയ്യുകയും ചെയ്ത ഒരു പദ്ധതിയെ ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിക്കപ്പെട്ടതാണ്. ഇതൊക്കെ അറിയുന്ന ഞങ്ങളൊക്കെ പലരും അന്ന് ചർച്ചയും റിപ്പോർട്ടൊക്കെ ഉണ്ടായതാണ്. ആ പദ്ധതിയെ ഇവിടെ നിന്ന് നേരെ വലിച്ച് ഈ പറയുന്ന തലശ്ശേരി മൈസൂർ റൂട്ടിലൂടെ ആ റെയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. നമ്മളെ കയ്യിൽ നിന്ന് അത് പോയി. ഒരു കാരണവശാലും അത് ഫീസിബിൾ ആകില്ല എന്ന കേന്ദ്ര റെയിൽവേയുടെ സ്റ്റഡി റിപ്പോർട്ട് വന്നു. അത് നടന്നതുമില്ല. നടക്കാൻ 99% ഈ പദ്ധതി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, അന്ന് കർണാടക മുഖ്യമന്ത്രി ഞങ്ങൾ വയനാട്ടിലെ മുഴുവൻ MLA-മാരും പോയി കണ്ട് അദ്ദേഹം താല്പര്യമെടുത്ത് അവിടുത്തെ ലീഡർഷിപ്പുമായി സംസാരിച്ച് എല്ലാവരും 2 സംസ്ഥാനങ്ങളും തമിഴ്നാടടക്കം മുൻകൈയെടുത്ത് മുന്നോട്ട് പോയിരുന്ന ഒരു പദ്ധതി അനാവശ്യമായി ഇവിടുന്ന് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് അത് നഷ്ടപ്പെടുകയും ഇവിടെ അത് വരാനുള്ള സാധ്യതകൾ മങ്ങുകയും ചെയ്ത വലിയൊരു നഷ്ടം നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ബൈപ്പാസിന് ഭൂമി വിട്ടുകൊടുത്തവരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതുപോലും CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. അതിന് പിന്നിലെ കാരണം അറിയില്ലെന്നും PV അൻവർ പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ തീർപ്പാകാതെ കിടന്നിരുന്ന പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക യജ്ഞമായി നടത്തിയ കരുതലും കൈത്താങ്ങും
താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകളുടെ രണ്ടാം ഘട്ടം മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി. 2023 നടത്തിയ അദാലത്തുകളുടെ തുടർച്ചയായി ജില്ലയിലെ 7 താലൂക്കുകളിലും നടത്തിയ അദാലത്തുകൾക്ക് ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 20 നിലമ്പൂരിൽ തുടങ്ങിയ അദാലത്ത് ജനുവരി 14 തിരൂരങ്ങാടി അദാലത്തോടെയാണ് സമാപിച്ചത്. അദാലത്തിൽ പരിഗണിക്കുന്നതിനായി മുൻകൂറായി ഓൺലൈൻ വഴിയും താലൂക്ക് ഓഫീസുകൾ വഴിയും പരാതികൾ സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ 7 താലൂക്കുകളിലായി മുൻകൂറായി ലഭിച്ച 4232 പരാതികളിൽ 1382 പരാതികൾ തീർപ്പാക്കി. 346 പരാതികൾ പരിഗണനാ വിഷയം അല്ലാത്തതിനാൽ തള്ളി. അദാലത്ത് വേദികളിൽ 2515 പുതിയ പരാതികൾ ലഭിച്ചു. ഇവ ഉൾപ്പെടെ ആകെ 6747 പരാതികളാണ് പരിഗണനയ്ക്കായി വന്നത്. ഇവയിൽ അവശേഷിക്കുന്ന 5019 പരാതികൾ 2 ആഴ്ചയ്ക്കകം തീർപ്പാക്കി ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുവാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 7 അദാലത്തുകളിലായി 442 റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ഇതിൽ 410 മുൻഗണനാ കാർഡുകളും 32 അന്ത്യോദയ കാർഡുകളുമാണ്. നിലമ്പൂരിൽ ആകെ ലഭിച്ച 1209 പരാതികളിൽ 187 എണ്ണം അദാലത്ത് ദിവസം പരിഹരിച്ചു. പെരിന്തൽമണ്ണ താലൂക്കിൽ 799 പരാതികളിൽ 152 പരാതികളാണ് പരിഹരിച്ചത്. തിരൂരിൽ 1202 പരാതികളിൽ 166 എണ്ണവും, പൊന്നാനിയിൽ 453 പരാതികളിൽ 89 എണ്ണവും അദാലത്ത് വേദിയിൽ തീർപ്പായി. ഏറനാട് താലൂക്കിൽ ലഭിച്ച 1168 പരാതികളിൽ 386 പരാതികൾ പരിഹരിച്ചു. കൊണ്ടോട്ടിയിൽ 973 പരാതികളിൽ 223, തിരൂരങ്ങാടിയിൽ 943 പരാതികളിൽ 179 പരാതികളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരിഹരിച്ചു. ബാക്കിയുള്ളവ വേഗത്തിൽ പരിഹരിച്ചു വരികയാണ്. കാലങ്ങളായി പരിഹരിക്കപ്പെടാതിരുന്ന അനേകം കേസുകളാണ് അദാലത്തിൽ പരിഹരിച്ചത്. ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ, ചികിത്സാ സഹായം, മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണം എന്നിങ്ങനെ മുന്നിലെത്തിയ എല്ലാ വിഷയങ്ങളിലും മന്ത്രിമാർ പരിഹാരം നിർദ്ദേശിച്ചു. ഉന്നയിച്ച വിഷയങ്ങളിൽ പരിഹാരം കിട്ടിയ ആശ്വാസത്തിലാണ് പരാതിക്കാർ മടങ്ങിയത്. അദാലത്തിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, വി അബ്ദുറഹ്മാൻ എന്നിവർക്ക് പുറമെ MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ VR വിനോദ്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, ADM NM മെഹറലി, മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ, താലൂക്ക് ഫീൽഡ് ലെവൽ ഓഫീസർമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാളെ SDPI നിലമ്പൂർ നിയോജക മണ്ഡലം ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. നിലമ്പൂരിൽ മൂത്തേടം കാരപ്പുറം കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു. എടക്കര മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ സരോജിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവം നടന്ന സ്ഥലം നിലമ്പൂർ കരുളായി വനമേഖലയിലാണ് ഈ കോളനി സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഈ സാഹചര്യത്തിലും വന നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുവാൻ ഒരുങ്ങുന്ന ഭരണകൂടം ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില പോലും നൽകുന്നില്ല എന്നതല്ലേ വാസ്തവം. 2 മനുഷ്യജീവനുകളാണ് ഈ ആഴ്ചയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ജീവൽ പ്രശ്നങ്ങളും കാണാത്ത അധികാരി വർഗം തുടർന്നു പോരുന്ന അവഗണനകൾക്കെതിരെ ആണ് നിലമ്പൂർ മണ്ഡലത്തിൽ നാളെ ഹർത്താൽ നടക്കുന്നത്. ഇന്ന് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. മൂത്തേടം പഞ്ചായത്തിലെ ഉച്ചക്കുളം കോളനിയിൽ ഒരു വീട്ടമ്മ ആന ചവിട്ടി കൊല്ലപ്പെട്ട ഒരു സംഭവം. എന്നാൽ തൊട്ട് ഇതേ ആഴ്ചയിൽ തന്നെ മറ്റൊരു സംഭവം ചെറുളായി ഭാഗത്ത് മണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടി മരിച്ച സംഭവം നമ്മൾ അറിഞ്ഞതാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ കാട്ടാന അക്രമത്തിനെതിരെ, മനുഷ്യജീവനുകൾ പൊലിയുന്നതിനെതിരെയും മനുഷ്യൻ്റെ ഇവിടുത്തെ ജീവിത പ്രശ്നമായ അല്ലെങ്കിൽ ജീവിത ഉപാധിയായ കൃഷി നശിപ്പിക്കുന്നതിനെതിരെ ഒരുപാട് കാലം മുമ്പ് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമരരംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അധികാരികൾ ഇതിനെതിരെ ഒരു തരത്തിലുള്ള നീക്കവും മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇത്തരം അക്രമങ്ങൾക്കെതിരെ ഒരു നിസ്സംഗത കാണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ SDPI നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നാളെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്.
ഹർത്താലിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് SDPI നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുജീബ് എടക്കര അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് P. അബ്ദുൽ ഖാദർ, ഉസ്മാൻ കരുളായി, അലി അഷ്റഫ്, റഷീദ് കടവത്ത് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി KK മുഹമ്മദ് ബഷീർ സ്വാഗതവും സഫീർ AP നന്ദിയും പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ചോലനായ്ക്കൻ പൂച്ചപ്പാറ മണിയുടെ കുടുംബം താമസത്തിനായി കാടിറങ്ങിയെത്തി. മണിയുടെ ഭാര്യയും 5 മക്കളും അടങ്ങുന്ന കുടുംബമാണ് തിങ്കളാഴ്ച രാത്രിയോടെ ചെറുപുഴയിലെ നെടുങ്കയം വനം സ്റ്റേഷനു സമീപം എത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ചോലനായ്ക്കൻ പൂച്ചപ്പാറ മണിയുടെ കുടുംബം താമസത്തിനായി കാടിറങ്ങിയെത്തി. മണിയുടെ ഭാര്യയും 5 മക്കളും അടങ്ങുന്ന കുടുംബമാണ് തിങ്കളാഴ്ച രാത്രിയോടെ ചെറുപുഴയിലെ നെടുങ്കയം വനം സ്റ്റേഷന് സമീപത്തെത്തിയത്. ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിലാണ് ഇവർ താൽക്കാലികമായി താമസിക്കുന്നത്. രാത്രി ഭക്ഷണം ITDP എത്തിച്ചു കൊടുത്തു. താമസിക്കാൻ ആവശ്യമായ പായ, പാത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ വാങ്ങി നൽകും. പൂച്ചപ്പാറ മണിയുടെ കുടുംബം ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ നെടുങ്കയം സ്റ്റേഷന് അടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻ്ററിലാണ് ഇപ്പം താമസിക്കുന്നത്. നിലവിൽ അവർക്ക് ആധാർ കാർഡ് അതേപോലെ മറ്റ് രേഖകളൊന്നുമില്ല. ഫസ്റ്റ് പടിയായിട്ട് ഈ ആധാർ കാർഡും ബന്ധപ്പെട്ട രേഖകളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചുമതല. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടുന്ന് ജീവനക്കാർ പോയിട്ട് പൂച്ചപ്പാറ കോളനിയിൽ പോയിട്ട് ഈ രേഖകൾ ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഇവിടെ താഴെ എത്തിയതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റും. തുടർന്ന് മറ്റ് കാര്യങ്ങൾ വനംവകുപ്പ് പറഞ്ഞിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നേരത്തെ നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നിർബന്ധമായിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. മണിയുടെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത കുട്ടി മീനാക്ഷിയെ സഹോദരൻ അയ്യപ്പൻ കുട്ടയിൽ ചുമന്നാണ് മലയിറക്കിയത്. 2 മണിക്കൂറിലേറെ നേരമാണ് അയ്യപ്പൻ മീനാക്ഷിയെ കുട്ടയിൽ ചുമന്ന് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയത്. ഉച്ചയോടെയാണ് ഇവർ പൂച്ചപ്പാറയിൽ നിന്നും മലയിറങ്ങിയത്. 4:30 കണ്ണിക്കയിലെത്തി. ഇവിടെ വനം വകുപ്പിന്റെ ജീപ്പും ടാക്സിയും ഉണ്ടായിരുന്നു. അതിൽ കയറി രാത്രിയോടെയാണ് ചെറുപുഴയിലെത്തിയത്. സഹോദരൻ അയ്യപ്പനും ഭാര്യയും പരിചയമാകുന്നതുവരെ ഇവർക്ക് തുണയായി നിൽക്കുവാൻ ഇവരോടൊപ്പം എത്തിയിട്ടുണ്ട്. മീനാക്ഷിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും മണിയുടെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്നതിനും വേണ്ടിയാണ് ഇവർ കരുളായിലേക്ക് താമസം മാറ്റിയത്. നിലമ്പൂർ ഉപജില്ലയിലെ എലമെന്ററി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലങ്ങളിലെ അധ്യാപകർക്ക് വെഡ്ഡിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നിലമ്പൂർ BRCയിൽ വെച്ച് നടന്ന ഏകദിന നോൺ റെസിഡൻഷ്യൽ ശില്പശാലയിൽ ഉപജില്ലയിലെ 48 വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ഗുണമേന്മ പദ്ധതിയാണ് എഴുത്തുകൂട്ടം, വായനക്കൂട്ടം. വായനക്കൂട്ടങ്ങളിലൂടെയും എഴുത്തുകൂട്ടങ്ങളിലൂടെയും കുട്ടികൾക്ക് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട രചനകൾ പരിചയപ്പെടുവാനും അവ വായിച്ച് ആസ്വദിക്കുവാനും സ്വതന്ത്ര രചനയിൽ ഏർപ്പെടുവാനുമുള്ള അവസരം സാധ്യമാക്കുക, വായന ജീവിതശൈലിയുടെ ഭാഗമായി മാറുക, വായനയിലൂടെ മെച്ചപ്പെട്ട ഭാഷാശൈലിയും എഴുത്ത് ശൈലിയും പ്രാപ്യമാക്കുക, വായനയിലൂടെ വിവേകവും മൂല്യബോധവും സാംസ്കാരിക അവബോധവുമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക തുടങ്ങിയവയെല്ലാം ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി ലക്ഷ്യം വെക്കുന്നു. സ്കൂളുകളിൽ ക്ലാസ് ലൈബ്രറികൾ പ്രയോജനപ്പെടുത്തി കുട്ടികൾക്ക് സ്വതന്ത്ര വായനയ്ക്ക് അവസരം നൽകുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലാസ്സിൽ അധ്യാപകർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും നല്ല വായനക്കാരെ അഭിനന്ദിക്കുവാനും തുടക്കക്കാരെ പ്രോത്സാഹിപ്പിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. നിലമ്പൂർ ഉപജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല നിലമ്പൂർ നഗരസഭ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി ചെയർമാൻ സ്കരിയാക്കിനാത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനും സാഹിത്യകാരനുമായ ഷിഫ സക്തർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M. മനോജ് കുമാർ അധ്യക്ഷനായ പരിശീലന പരിപാടിയിൽ BRC ട്രെയിനർ JN.A. സ്വാഗതവും റിസോഴ്സ് പേഴ്സൺ ഇന്ദിരാദേവി നന്ദിയും പറഞ്ഞു. നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് മാഗസിൻ നിർമ്മാണ ശില്പശാല നടന്നു. വിദ്യാരംഗം ചെയർമാനും നിലമ്പൂർ AEOയുമായ പ്രേമാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലമ്പൂർ VPC മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ ഫൂലൻ ദേവി സ്വാഗതവും ട്രഷറർ രവി നന്ദിയും പറഞ്ഞു.
BRC ട്രെയിനർ രമ്യ ആശംസകൾ അർപ്പിച്ചു. അധ്യാപകരായ ബിജു, വിപിൻ എന്നിവർ മാഗസിൻ നിർമ്മാണ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ജില്ലാ സബ് ജില്ലാ സർഗോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ ഓരോ കുട്ടിയും ഓരോ മാഗസിൻ പ്രകാശനം നടത്തുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ 45ാം വാർഷിക പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോട് അനുബന്ധിച്ച് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണതകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മഹിളാ സമഖ്യ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ റെജീന എം ക്ലാസിന് നേതൃത്വം നൽകി. വിവിധ സെഷനുകളിലായി ലഹരി വിരുദ്ധ ഷോർട്ട് ഫിലിം പ്രദർശനം, എക്സൈസ് വകുപ്പിന്റെ കരുതൽ കൈപുസ്തക വിതരണം എന്നിവയും നടന്നു. PTA പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുജായം, ഹെഡ്മാസ്റ്റർ രാജേഷ് കുമാർ, ബിനു പോൾ, പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് ബാബു, CPO മുസഫർ KP, രാജേഷ് M, നജീബ് NM, മാനു കുമ്പളക്കല്ല്, സുനീഷ്, മൊയ്തീൻകുട്ടി, ദിവ്യ രാജ്, രാജശ്രീ AK, ക്ലസ്റ്റർ RP, സാജിദ M, കാഡറ്റുകളായ അനിന, അനീഷ്, ഷാദിൻ K എന്നിവർ സംസാരിച്ചു. മർക്കസിൽ നിർമ്മിക്കുന്ന സെയ്ദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ സൗധം നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. മർക്കസ് കെട്ടിടത്തിന്റെ 3ാം നിലയായി 5800 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് താലൂക്കിലെ മഹലുകളിൽ നിന്നും പരമാവധി ഫണ്ട് ശേഖരിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം സമസ്ത ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി, ബറാബാദ് ചെയർമാൻ വല്ലപ്പുഴ ഹംസ മുസ്ലിയാർ എന്നിവർ നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി കൺവീനർ ചെമ്മല നാണി ഹാജി, സലീം എടക്കര, സഅദ് ഫൈസി ചുങ്കത്തറ, യാഖൂബ് ഫൈസി രാമൻകുത്ത്, ഹിസാഖ് അടുക്കത്ത്, റാഫി തോട്ടേക്കാട്, ഹംസ ഫൈസി രാമൻകുത്ത്, അനീസ് ഫൈസി കാട്ടുമുണ്ട, നൌഷാദ് മാസ്റ്റർ കിഴിശ്ശേരി, ജബ്ബാർ വാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഫെബ്രുവരി 5 മുതൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും ഖറാബ സംഗമവും നടക്കും. പഞ്ചായത്ത് കോർഡിനേറ്റർമാർ നേരത്തെ ഏറ്റുവാങ്ങിയിട്ടുള്ള സൗധ ഫണ്ട് റെസീപ്റ്റും സംഖ്യയും ഫെബ്രുവരിയിൽ നടക്കുന്ന സംഗമത്തിൽ മർക്കസ് ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് ചെയർമാൻ ഹംസ മുസ്ലിയാർ വല്ലപ്പുഴ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.